യെസ് നമ്മൾ ഗുഡ് മോർണിംഗ് കേരളത്തിലേക്ക് തിരികെ എത്തുമ്പോൾ കോഴിക്കോട് നിന്ന് ശരണ്യ പൊയ്യേരി കൂടി ചേരുന്നുണ്ട്. ഗുഡ് മോർണിംഗ് കേരളത്തിനൊപ്പം ശരണ്യ ഗുഡ് മോർണിംഗ്. ശരണ്യ ഗുഡ് മോർണിംഗ്. ഗുഡ് മോർണിംഗ് വിൻഷ. എങ്ങനെയുണ്ട് കോഴിക്കോട്? ന്യൂസ് ഡെസ്കിൽ നിന്നൊക്കെ പോയി ന്യൂസ് ബ്യൂറോയിലേക്ക് കോഴിക്കോട് എത്തിയിട്ടുണ്ട് ശരണ്യ. എങ്ങനെയുണ്ട് കോഴിക്കോട്? നല്ല മഴയാണല്ലേ സ്വീകരിച്ചത്? കോഴിക്കോട് വരുമ്പോൾ തന്നെ നല്ല മഴയാണ്. കോഴിക്കോട് പിന്നെ എനിക്ക് ഒരു പുതിയ സ്ഥലമല്ല, വളരെ സുപരിചിതമായൊരു ഇടം കൂടിയാണ്. അതുകൊണ്ട് കോഴിക്കോടിൻ്റെ ഒരു പുതുമയിലേക്കാണ് വരുന്നത് എന്നൊരു ഫീലൊന്നുമില്ല. അടിപൊളിയാണ്. അപ്പോൾ അടിപൊളിയായിട്ട് തന്നെ. എന്താണ് കോഴിക്കോട്ടെ കാലാവസ്ഥയുടെ അവസ്ഥ? അതാ കൊട ചൂടി നിൽക്കുകയാണ്, രാവിലെ തന്നെ നല്ല മഴയാണെന്ന് തോന്നുന്നു അല്ലേ? അതെ വിൻഷ, കഴിഞ്ഞ കുറച്ച് ദിവസങ്ങളായി കോഴിക്കോട് റെഡ് അലേർട്ട് ആയിരുന്നു. എന്നാൽ ഇന്നലെയും ഇന്നുമായിട്ട് ഓറഞ്ച് അലേർട്ടാണ്. ഇന്നലെ ഉച്ചയ്ക്ക് ശേഷം ഒന്ന് റെഡ് അലേർട്ട് ഉണ്ടായിട്ടുണ്ടായിരുന്നു. പക്ഷെ വീണ്ടും ഇന്ന് ഓറഞ്ച് അലേർട്ടാണ് പ്രഖ്യാപിച്ചിട്ടുള്ളത്. ആ ഒരു സാഹചര്യത്തിൽ രാവിലെ മുതൽ തന്നെ പക്ഷേ നല്ല മഴയാണ്, അതിശക്തമായ മഴ തന്നെയാണ് പെയ്യുന്നത്. അത്ര നല്ല രീതിയിലൊന്നും അല്ല, ഇരുണ്ട കാലാവസ്ഥയാണുള്ളത്. അപ്പോൾ കൂടുതൽ ജാഗ്രതാ നിർദ്ദേശങ്ങളൊക്കെ പുറപ്പെടുവിച്ചിട്ടുണ്ട്. അതുപോലെ തന്നെ പുഴയോരത്ത് താമസിക്കുന്നവരോട് കുറച്ചുകൂടെ ജാഗ്രത പുലർത്താൻ പറഞ്ഞിട്ടുണ്ട്. കാരണം മലയോര പ്രദേശങ്ങളിലൊക്കെ വളരെ അതിശക്തമായി കുത്തിയൊലിച്ച് പെയ്യുന്ന മഴ തന്നെയാണുള്ളത്. പ്രത്യേകിച്ച് വടകര വിലങ്ങാട് ഭാഗങ്ങളിലൊക്കെ തന്നെ അവിടെ കരകവിഞ്ഞൊഴുകുന്ന ഒരു സാഹചര്യം ഉണ്ടായിട്ടുണ്ട്. തോടുകൾ കരകവിഞ്ഞൊഴുകുന്ന സാഹചര്യം ഉണ്ടായിട്ടുണ്ട്. അതുകൊണ്ട് തന്നെ കൂടുതൽ ജാഗ്രതാ നിർദ്ദേശമാണ് അവിടെയൊക്കെ പുറപ്പെടുവിച്ചിട്ടുള്ളത്. അത് പിന്നെ എടുത്തു പറയുകയാണെങ്കിൽ മറ്റ് കാര്യങ്ങൾ, ഇവിടെ കൊരാപ്പുഴ പുഴയിലൊക്കെ ജലനിരപ്പ് ഉയരുന്ന സാഹചര്യത്തിൽ അവിടെയുള്ള പ്രദേശങ്ങളിലെ ജനങ്ങളോട് കൂടുതൽ ജാഗ്രതാ നിർദ്ദേശം പുലർത്തി തന്നെ മുന്നോട്ട് പോകാൻ പറഞ്ഞിട്ടുണ്ട്. പിന്നെ മത്സ്യബന്ധനത്തിന് ഇറങ്ങുന്നവരോട് കുറച്ചുകൂടെ ജാഗ്രത പുലർത്താൻ വേണ്ടി പറഞ്ഞിട്ടുണ്ട്. കാരണം കടൽ വളരെ പ്രക്ഷുബ്ധമാണ്. നമ്മൾ കോഴിക്കോട് ബീച്ചിലേക്കുള്ള നിയന്ത്രണം കുറച്ചുകൂടെ ഏർപ്പെടുത്തിയിട്ടുണ്ട്. ബീച്ചിലേക്ക് ഇറങ്ങുന്ന സാഹചര്യം ഒഴിവാക്കാൻ വേണ്ടി ജനങ്ങളോട് അധികൃതർ അഭ്യർത്ഥിച്ചിട്ടുണ്ട്. അത്തരം കാര്യങ്ങളൊക്കെയാണ് കോഴിക്കോട് ഇന്ന് നടക്കുന്നത്. നിലവിൽ മറ്റ് പ്രശ്നങ്ങളൊന്നും കോഴിക്കോട് ജില്ലയിലില്ല. മറ്റൊരു കാര്യം പറയുകയാണെങ്കിൽ കണ്ണൂർ ജില്ലയെക്കുറിച്ചാണ്. കണ്ണൂർ ജില്ലയിൽ ഇന്ന് റെഡ് അലേർട്ടാണ് പ്രഖ്യാപിച്ചിട്ടുള്ളത്. വിദ്യാഭ്യാസ സ്ഥാപനങ്ങൾ ഉൾപ്പെടെ അവധിയാണ്. മദ്രസ, ട്യൂഷൻ സെൻറ്റർ തുടങ്ങിയ വിദ്യാഭ്യാസ സ്ഥാപനങ്ങളിൽ പോകുന്നവരോട് അത് വിലക്കിയിട്ടുണ്ട് അധികൃതർ. അപ്പോൾ അതൊക്കെയാണ് കണ്ണൂർ ജില്ലയെ പറ്റി പറയാനുള്ളത്. കണ്ണൂർ ജില്ലയിൽ പക്ഷേ രാവിലെ മുതൽ തന്നെ ഇടവിട്ടുള്ള മഴ മാത്രമാണുള്ളത്. അതിശക്തമായ മഴ എന്ന് പറയാൻ കണ്ണൂർ ജില്ലയിൽ നിലവിലില്ല വിൻഷ. പൊയ്യേരിയാണ് കോഴിക്കോട് നിന്നും കോഴിക്കോട്ടെ ഒരു കാലാവസ്ഥയുടെ